ക്യൂൻ എലിസബത്ത് എന്ന സിനിമ ഒരു ഇടവേളയ്ക്ക് ശേഷം മീര ജാസ്മിൻ മലയാളത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച് ഒരു സിനിമ റിലീസാവുകയാണ്. നരേനാണ് മീര ജാസ്മിൻ ഒപ്പം ഉള്ളത്. ഒരു ഹിറ്റ് സിനിമയുടെ ഭാഗമായിരുന്ന ഒരു ഹിറ്റ് ജോഡി നമുക്ക് വിളിക്കാവുന്ന ആളുകളാണ്. അപ്പോൾ അവർ ഒരുമിച്ച് ഒരു സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ അത്യാവശ്യം പ്രതീക്ഷകളൊക്കെ ഉണ്ടാവും അല്ലേ. ഈ വർഷം തിയേറ്ററിൽ ഞാൻ കാണുന്ന ലാസ്റ്റ് പടം ഇതായിരിക്കും. ഇനി അഥവാ ഞാൻ തിയേറ്ററിൽ പോയി കാണുകയാണെങ്കിലും കഴിഞ്ഞ ആഴ്ചകളിൽ വന്നിട്ടുള്ള ഏതെങ്കിലും സിനിമ റിപ്പീറ്റ് വാച്ച് ചെയ്യലായിരിക്കും. ഈ ആഴ്ച റിലീസാവുന്ന മറ്റ് സിനിമകളാണെങ്കിലും ഞാൻ തിയേറ്ററിൽ പോയി കാണാൻ സാധ്യതയില്ല. ശരിക്കും ഈ ആഴ്ച തിയേറ്ററിലേക്ക് എത്തുന്ന സിനിമകളുടെ ട്രെയിലറുകൾ, ഈ സിനിമ അടക്കം ട്രെയിലറുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ തിയേറ്ററിൽ പോയിരുന്ന് കാണണം എന്ന് പറയുന്ന ഒരു ആവേശമൊന്നും സത്യത്തിൽ ഉണ്ടായിരുന്നില്ല. അതൊരു പരിധി വരെ നന്നായെന്നും എനിക്ക് തോന്നി. കാര്യം എനിക്ക് ഈ സിനിമയെക്കുറിച്ചാണെങ്കിലും അമിത പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ ഇതിൻ്റെ റിവ്യൂ വീഡിയോ തന്നെ പോസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിച്ചാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയെ വിമർശിക്കണമെങ്കിൽ ഇതിൻ്റെ ട്രെയിലറിൽ അവർ വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു കുഞ്ഞു കാര്യമുണ്ട്. സിനിമ തുടങ്ങിയൊരു 10 മിനിറ്റ് അരമണിക്കൂർ എന്തോ കഴിയുമ്പോഴേക്കും അത് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്യും. അതിനുശേഷമാണ് കഥ ശരിക്കും ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ കാര്യം അതിനൊരു സ്പോയിലർ ഫീൽ ഉണ്ടോ എന്നൊരു കൺഫ്യൂഷൻ, അങ്ങനെ ചെയ്യണോ വേണ്ടോ എന്നൊക്കെ ഞാൻ ശരിക്കും ഇരുന്ന് ആലോചിക്കായിരുന്നു. എന്തായാലും ചെയ്യാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ പറയുകയാണ്, വളരെ മൈൽഡായിട്ടുള്ള, നിങ്ങളുടെ സിനിമ ആസ്വാദനത്തിനെ തന്നെ തടയുന്ന തരത്തിലൊന്നുമല്ല, വളരെ മൈൽഡായിട്ടുള്ള ഒരു സ്പോയിലർ എലമെൻറ്റ് ഈ സിനിമയെക്കുറിച്ച് വിമർശിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നെഗറ്റീവ്സിൽ പറയേണ്ടി വരും. ബാക്കി കേൾക്കാം. സിനിമയുടെ പോസിറ്റീവ് ഘടകങ്ങളിൽ പറയാനാണെങ്കിൽ മീര ജാസ്മിൻ്റെ ഭേദപ്പെട്ട പ്രകടനം എന്നാണ്. മീര ജാസ്മിൻ സിനിമയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. ആ സമയത്തൊക്കെ അവരുടെ പെർഫോമൻസ് കണ്ട് ഞെട്ടിത്തെറിച്ചിരുന്നു പോയിട്ടുണ്ട്. അതിനുശേഷം നിരാശപ്പെടുത്തിയിട്ടുമുണ്ട്. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ എൻ്റെ അമിത പ്രതീക്ഷകളൊന്നും ഇല്ലായിരുന്നുകൊണ്ടാണോ എന്തോ എനിക്ക് അവരുടെ പെർഫോമൻസ് നൈസായിട്ട് തോന്നി. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഇവരുടെ ഒരു സ്വഭാവം, ഇവരിങ്ങനെ ആവുന്നതിൻ്റെ കാരണം എല്ലാം കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ചുറ്റുപാടുകളുണ്ടല്ലോ, ഇവരുടെ പെർഫോമൻസിൽ നിന്നല്ലാതെ ഈ കഥാപരമായിട്ട് അവർ ബിൽഡ് ചെയ്തെടുക്കുന്ന ചുറ്റുപാടുകൾ, അവിടെയൊക്കെയാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഫീൽ ചെയ്തത്. മീര ജാസ്മിൻ ആ ക്യാരക്ടറായിട്ട് അവർ ദേഷ്യപ്പെടുമ്പോഴാണെങ്കിലും അവർ നോക്കുമ്പോഴാണെങ്കിലും നിൽക്കുമ്പോഴാണെങ്കിലും അവരുടെ എക്സ്പ്രഷൻ വൈസ് ആണെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന പോലെ തോന്നി. നരേൻ ഭേദപ്പെട്ട പ്രകടനമായിരുന്നു. ഞാൻ ഗംഭീരം എന്ന് ആരെക്കുറിച്ചും ഈ സിനിമയിൽ പറയില്ല. എല്ലാവരും ഭേദപ്പെട്ട പ്രകടനങ്ങൾ തന്നെയായിരുന്നു. ആൻഡ് മ്യൂസിക്കിൻ്റെ കാര്യം പറയാനാണെങ്കിൽ വാരിക്കോരിയിട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഓരോ ഡയലോഗിനും മ്യൂസിക് ഇടുകയായിരുന്നു എന്ന് ചില സമയത്തൊക്കെ തോന്നിപ്പോയി. ഒരു ഡയലോഗ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു, അമ്മയും മോളും കൂടി ഇങ്ങനെ സംസാരിക്കുന്നു, അവരിയ്ക്കുമ്പോഴേക്കും ആ മ്യൂസിക് തീർന്നു, അടുത്ത മ്യൂസിക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് കഴിയുമ്പോഴേക്കും അടുത്ത മ്യൂസിക്. അങ്ങനെ ഈ കോമഡിയാണ് വരുന്നത്, അല്ലെങ്കിൽ സെൻറ്റിമെൻറ്റ്സ് ആണ് വരുന്നത്. വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു രംഗമുണ്ട് ഈ സിനിമയിൽ. ജോലിക്കാരിയും മീര ജാസ്മിനും കൂടിയുള്ളതാണ്. ആ ഇമോഷണൽ രംഗം കഴിഞ്ഞ് അതിനൊരു ചെറിയ ട്വിസ്റ്റിംഗ് എലമെൻ്റ് അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ നിങ്ങൾ ഈ സീനിനെ തമാശയായിട്ട് എടുക്കണം കേട്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കയറി വരുന്ന പോലെ തോന്നി. കാര്യം അതൊരു തമാശ സീനായിരുന്നില്ല. അത് അവർ ട്വിസ്റ്റ് ചെയ്ത് വെച്ചിരുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു സീനല്ല. അല്ലെങ്കിൽ അതൊരു റിയൽ ലൈഫിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഈസി ആയിട്ടുള്ളൊരു മൊമെൻ്റ് അല്ല. പക്ഷേ അവിടെ മ്യൂസിക് ഇട്ട് കോമഡിയാക്കി, അങ്ങനെ ഈ മ്യൂസിക് ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു സിനിമയിൽ. എനിക്കത് കുറച്ച് ഓവറായിട്ട് തോന്നി. വിഷ്വലിൻ്റെ കാര്യം പറയുമ്പോഴാണെങ്കിലും കുറേയൊക്കെ സ്ലോ മോഷനൊക്കെ ഇട്ടിട്ട് സിനിമയുടെ ലെങ്ത് കൂടുന്ന പോലെയൊക്കെ അങ്ങനെ തോന്നി എനിക്ക്. ഇതിലെ പാട്ട് സീനുകളൊക്കെ ആണെങ്കിലും ഇടാൻ വിഷ്വൽ ഇല്ലാത്തതുകൊണ്ട് മറ്റേ ഒരു കുഞ്ഞു സാധനമായിരിക്കും, ചിലപ്പോൾ ചുമ്മാ തോളത്ത് കഴിയുന്നതായിരിക്കും, അതിങ്ങനെ സ്ലോ മോഷനാക്കി ഇട്ടിട്ട് അവരുടെ വിഷൻ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് സിനിമ തന്നെ വല്ലാണ്ട് വലിഞ്ഞു പോകുന്ന പോലെ തോന്നുമ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വിഷ്വൽ സാധനങ്ങളൊക്കെ ഇടുന്നത്, അതുപോലെ തന്നെ ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സിറ്റി ഏതാണ്, സ്ഥലം ഏതാണെന്നൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി കുറേ ഷോട്ടുകൾ ഇടുന്നുണ്ട്. അതിന് സത്യത്തിൽ ഈ സിനിമയിൽ യാതൊരുവിധ പ്രാധാന്യവുമില്ല. പിന്നീടുള്ള കഥ പറച്ചിലിനെ ആണെങ്കിലും സ്വാധീനിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഇതാ വരുന്നു കുറേ ഷോട്ടുകൾ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ തോന്നി. പക്ഷെ മോശം എന്ന് പറയാനുള്ള, അങ്ങനെ ഇത് കൊള്ളൂലായിരുന്നു, തല്ലിപ്പൊളിയായിരുന്നു എന്ന് പറയാനുള്ളതൊന്നുമില്ല. പിന്നെ എനിക്ക് ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയൊരു മൊമെൻ്റ് എന്ന് പറയാനാണെങ്കിൽ, ഒന്ന് പേളിമാണിയുടെ ഒരു സീനുണ്ട്. അവർ ശരിക്കും പേളിമാണിയായിട്ട് ജീവിക്കുകയായിരുന്നു. ആ സീക്വൻസിൽ ഒരു ചെറിയ ഒരു പൊടി ചിരി വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് മഞ്ജു സുനിച്ചനാണ് ആ ആർട്ടിസ്റ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ഇവരൊരു 1-2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്ക് മാറിപ്പോകട്ടോ. അതുകൊണ്ടാണ് സിനിമ കഴിഞ്ഞാണെങ്കിലും ക്രെഡിറ്റ്സ് ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് മീര ജാസ്മിൻ്റെ ഒക്കെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കയറി നോക്കി, അവർ ടാഗ് ചെയ്തതായിട്ട് കണ്ടിട്ടുമില്ല. ആ റോൾ ചെയ്തിരിക്കുന്നത് മഞ്ജു സുനിച്ചനാണെന്ന് തോന്നുന്നു. ആ ഒരു ഇമോഷണൽ മൊമെൻറ്റ് അവർ ബിൽഡ് ചെയ്തത്, അവരുടെ പെർഫോമൻസ്, അതെനിക്ക് മനോഹരമായിട്ട് തോന്നി. ഈ സിനിമയിൽ എടുത്ത് നിൽക്കുന്നു എന്ന് എനിക്ക് തോന്നിയ ആസ് എ പ്രേക്ഷകൻ സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിലാകെയുള്ള 2 കാര്യങ്ങൾ ഇതാണ്. പിന്നെ ക്ലൈമാക്സിൻ്റെ കാര്യം പറയാനാണെങ്കിൽ അത് നെഗറ്റീവ് സൈഡ് തന്നെയാണ്. എന്നെ സംബന്ധിച്ച് ഒരു പ്രാങ്ക് പരിപാടിയായിപ്പോയി എന്ന് തോന്നി. എന്ന് വെച്ചാൽ അത്രയും നേരം പ്രേക്ഷകൻ അങ്ങനെ കൂടെ ഇരുന്നു. വളരെ പ്രിഡിക്റ്റബിളായിട്ടുള്ള ഒരു ക്ലൈമാക്സ് ആണ്. ക്ലീഷേഡ് എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ആനവാൽ മോതിരമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളാണ്. അങ്ങനെ വളരെ പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള ക്ലീഷേഡ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് ഒക്കെ തന്നെയാണ്. പക്ഷെ അത് പ്രേക്ഷകനെ പ്രാങ്ക് ചെയ്യുന്ന പോലത്തെ ഒരു സാധനമായിപ്പോയി. അതുക്കും മേലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണ്ടേ. പിന്നെ ടോട്ടൽ സിനിമ വൻ ക്ലീഷയോട് ക്ലീഷേ വലിച്ചു നീട്ടലുകളൊക്കെ ആയിരുന്നു. ഇതിലെ നായകൻ അവർ തമ്മിൽ സംയോജിക്കുന്നതിന് മുമ്പുള്ള കുറേ രംഗങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ട് അവർ കയറ്റിയിട്ടിട്ടുള്ള ഒരുപാട് തമാശകൾ, പിന്നെ അവർ രണ്ടുപേരും തമ്മിലുള്ള കുറച്ച് പ്രണയാതുരമായ കുറേ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. തമാശയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വാരിക്കോരി ഇട്ടിട്ടുണ്ട്. എനിക്കതൊക്കെ അസഹനീയമായിട്ടാണ് ഫീൽ ചെയ്തത്. ഇനി
കുറച്ച് സ്പോയിലർ എലമെൻ്റ് ഉള്ള, അത് ഭയങ്കര സ്പോയിലറൊന്നും അല്ല, എന്നാലും ചിലപ്പോൾ ഇനി സ്പോയിലറാണെന്ന് പറഞ്ഞാലോ, ആ എലമെൻ്റ് ഉള്ള ഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഓവറോൾ അഭിപ്രായം പറയാനാണെങ്കിൽ, നമ്മുടെ സിനിമാക്കാർ ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടും എന്ന് പറയുമ്പോൾ അവർ ഫാമിലി ഓഡിയൻസിനെ പലപ്പോഴും കാണുന്നു എന്ന് എനിക്ക് തോന്നിയത് ബ്രെയിൻലെസ് ഓഡിയൻസ് ആയിട്ടാണെന്നാണ്. കാരണം വലിയ ആക്ഷൻ പാൻ ഇന്ത്യൻ എന്നൊക്കെ പറഞ്ഞ് ഇറക്കുന്ന പടം പോലും തിയേറ്ററിൽ ആൾ കയറിയില്ലെങ്കിൽ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്തു എന്ന് പറയും. അവരുടെ മനസ്സിലുള്ള കുടുംബ പ്രേക്ഷകർ ഒരു പക്ഷേ ആ മോനെ എനിക്ക് എന്തെങ്കിലും കണ്ടിരുന്നാൽ മതി, അങ്ങനെയൊന്നും വേണമെന്നില്ല, കുറച്ച് മ്യൂസിക് വേണം, പിന്നെ ആരെങ്കിലുമൊക്കെ ഒന്ന് കരയണം കണ്ടു കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവും, വെറുതെ ഇങ്ങനെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി വന്നിട്ട് ചുമ്മാ ഇരുന്ന് കണ്ടിട്ട് പോകാൻ ഒരു പടം വേണം മോനെ, അങ്ങനെ ഒരു പടം മതി എന്ന് പറയുന്ന ഒരാളെയൊക്കെയാണ് ഇവർ ഫാമിലി ഓഡിയൻസ് എന്ന് കാണുന്നതെന്ന് തോന്നുന്നു. ഫാമിലി ഓഡിയൻസിനെ ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. കാരണം ഇതിൽ എനിക്ക് പറയാനുള്ള സ്പോയിലർ എലമെൻ്റ് ഉള്ള ആ നെഗറ്റീവ് എന്ന് പറയുന്നത് അത്രയും ഭീകരമാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ സിനിമയുടെ ബേസ് തോട്ട് തനി അമ്മാവൻ തോട്ടാണ്. അതായത് നമ്മുടെ നാട്ടിലൊരു അമ്മാവൻ നമ്മളെയൊക്കെ അംഗീകരിക്കണമെങ്കിൽ, അതായത് ഒരു 10-30 വയസ്സിൽ താഴെയുള്ള ആളുകളെയൊക്കെ അംഗീകരിക്കണമെങ്കിൽ എങ്ങനെയായിരിക്കണമെന്നറിയോ? അവരെ കാണുമ്പോൾ തന്നെ അങ്കിളെ എന്തുണ്ട് വിശേഷം, സുഖമായിരിക്കുന്നു അങ്ങളെ, വീട്ടിലെല്ലാവരും സുഖമായിരിക്കുന്നു എന്നൊക്കെ പറയുന്ന കുറച്ച് വിനയമൊക്കെ ഇട്ട് കുറച്ച് സന്തോഷമൊക്കെ കാണിച്ച് കഴിയുമ്പോൾ അവർ കൊള്ളാം, നല്ല പയ്യനാണ് കേട്ടോ, നല്ല സ്നേഹമുള്ള പയ്യനാണ്, എന്തൊരു ആത്മാർത്ഥത, അവൻ അടിപൊളിയാണ് കേട്ടോ എന്നൊക്കെ പറയുന്ന ആ തോട്ട് പ്രോസസ്സിൽ. അതുപോലെ വാട്സപ്പിൽ ഗ്രൂപ്പ് മെസ്സേജുകളിൽ ഗുഡ് മോർണിംഗ് രാവിലെ ഇടുമ്പോഴേക്കും നമ്മൾ തിരിച്ചൊരു ഗുഡ് മോർണിംഗ് അയക്കുക, അപ്പോൾ അവർക്കൊരു ഉൾക്കുളിർമ ഫീൽ ചെയ്യും എന്നൊക്കെ പറയുന്നത് പോലത്തെ ചില സന്തോഷിപ്പിക്കലുകൾ. കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ അവരെയൊക്കെ ആ മുടിയിലൊക്കെ ഒന്ന് തലോടിയിട്ട് സുഖമല്ലേ മോനെ എന്നൊക്കെ ചോദിക്കുന്നവരെ അവർക്ക് മിഠായി വാങ്ങിച്ചു കൊടുക്കുക, അവരെ സന്തോഷിപ്പിക്കുക, ചിരിപ്പിക്കുക, ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് നല്ല മനുഷ്യർ. ബാക്കിയുള്ളവർക്ക് എന്തോ കുഴപ്പമുണ്ട് എന്ന് പറയുന്നത് പോലത്തെ ഒരു തോട്ടിൽ നിന്നാണ് സിനിമ ആരംഭിക്കുന്നത്. നമ്മുടെ ഈ സിനിമയിലെ നായിക അവരുടെ വീട്ടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മുഴുവൻ നമുക്ക് കാണാൻ പറ്റുന്നത് അവരുടെ തന്നെ ഫോട്ടോസാണ്. ബെഡ്റൂമിലാണെങ്കിലും ഇരിക്കുന്നിടത്താണെങ്കിലും കിടക്കുന്നിടത്താണെങ്കിലും മുഴുവൻ ഇത് തന്നെയാണ്. അതുപോലെ അവരുടെ വിജയങ്ങൾ, അവരുടെ കഠിനമായിട്ടുള്ള അധ്വാനം, ഇതൊക്കെ അവർ പറയുന്നുണ്ട്. ഓൾറെഡി ആ ക്യാരക്ടർ പറയുന്നുണ്ട് ഒരു ടീനേജ് മുതൽ തന്നെ ഇൻഡിപെൻഡൻ്റ് ആവണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാനെന്ന്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അവർ വളരെ എഡ്യൂക്കേറ്റഡ് ആണ്, അവർ വളരെ ഇൻഡിപെൻഡൻ്റ് ആണ്, സെൽഫ് മെയ്ഡ് ആണ്, അവരൊരു ബിസിനസ്, ഒരു ഫേം നടത്തുകയാണ്. എന്ന് വെച്ചാൽ ഈ സിനിമയിൽ അവരെ കാണിക്കുമ്പോൾ ഒരു 35-നും 45-നും ഇടയിൽ പ്രായമുണ്ടെന്ന് വിചാരിച്ചോളൂ. അത്രയും പ്രായമൊന്നും ആയിട്ടുള്ള കഥാപാത്രമാണ് അവരുദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നില്ല, എങ്കിലും അത്രയും വരെയാണെന്ന് വിചാരിച്ചോളൂ. ആ പ്രായത്തിനുള്ളിൽ അവർ സ്വന്തം കാലിൽ നിന്ന് അധ്വാനിച്ച് പണമുണ്ടാക്കി ഒരു ബിസിനസ് സ്ഥാപനം നടത്തി 4 പേര് ബഹുമാനിക്കുന്ന രീതിയിൽ അവരുടെ വർക്ക് ഗംഭീരമാണ് എന്ന് പറയിപ്പിക്കുന്ന രീതിയിൽ പ്രൊഫഷണലി എക്സൽ ചെയ്ത് നിൽക്കുകയാണ്. ഇതിൽ ഈ നായികയുടെ എന്തോ ഒരു കുഴപ്പം പോലെ കാണിക്കുന്നത്, ഇത് നായിക എന്ന് മാത്രമല്ല കേട്ടോ, നായകനെയാണെങ്കിലും ഇങ്ങനെയൊക്കെ പല സിനിമകളിലും കാണിക്കാറുണ്ട്. ഈ പുറമേ കാണുന്ന എല്ലാവരോടും ചിരിക്കുന്നില്ല, വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന ഗുഡ് മോർണിംഗ് മെസ്സേജിന് റിപ്ലൈ അയക്കുന്നില്ല, വഴിയെ നടന്നു പോകുന്ന, രാവിലെ ഞാനിപ്പോൾ ഓടാൻ പോവുകയാണ്, എൻ്റെ ഓപ്പോസിറ്റ് വരുന്ന എല്ലാവരെയും നോക്കി ചിരിക്കണമെന്ന് എനിക്ക് തോന്നില്ല, എനിക്ക് തോന്നിയാൽ ഞാൻ ചിരിക്കും. അതുപോലെ എല്ലാവരെയും നോക്കി ഗുഡ് മോർണിംഗ് പറയുന്നില്ല, അതെന്താ അങ്ങനെ പറയാത്ത, അവർക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്ന് ധ്വനിപ്പിച്ച് ആ ക്യാരക്ടറിനൊരു കുഴപ്പമുള്ളതുപോലെയാണ് കാണിക്കുന്നത്. ശരിയാണ്, അത് ക്യാരക്ടറിൽ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ സംസാരിക്കാനുണ്ട്. അത് ഈ വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഒരുപാട് വലുതായിപ്പോവും. പക്ഷേ ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്ന സാധനങ്ങൾ അതൊരാളുടെ താല്പര്യമല്ലേ. ഇപ്പം എല്ലാവരും നമ്മളീ പറയുന്ന അമ്മാവൻ്റെ മുമ്പിൽ ചിരിച്ച് കാണിക്കുന്ന ആളുകളെ പോലെ പെരുമാറുമോ? എന്നെ കൊണ്ട് പറ്റൂല. ഇപ്പോൾ ഈ ക്യാമറയുടെ മുമ്പിലിരുന്ന് അങ്ങനെ ചെയ്തത് ഞാനിവിടെ ഒറ്റയ്ക്കായതുകൊണ്ടാണ്. ഒറിജിനൽ ഒരു അമ്മാവൻ ഓപ്പോസിറ്റ് വന്നാൽ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുകയുള്ളൂ. ഇനി സ്വന്തമായി സ്ഥാപനം നടത്തുന്ന ഈ കേന്ദ്ര കഥാപാത്രം സ്ഥാപനത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ ജോലി സമയത്ത് ശ്രദ്ധിക്കണം, ജോലി സമയത്ത് റീൽസ് എടുത്തുകൊണ്ടിരുന്ന ജോലി ചെയ്യുന്ന പെൺകുട്ടിയെ ചീത്ത വിളിക്കുന്നുണ്ട്. അതും എന്തോ നെഗറ്റീവ് കാര്യം പോലെ, ഇവരെന്താ ഇങ്ങനെ എന്ന് അവർ ചോദിക്കുമ്പോൾ അവരുടെ കൂടെ നിന്നുകൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. കാരണം ഓൾറെഡി ഈ നായികയ്ക്ക് പകരം അവിടെ നായകനെ പ്ലേസ് ചെയ്താലും, ഞാൻ ഈ മറ്റേ സ്ത്രീപക്ഷ ചിന്ത പറയുകയാണെന്ന് വിചാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് വീണ്ടും പറയേണ്ടി വരുന്നത്. അവിടെ ആരാണെങ്കിലും, ഞാനൊരു സ്ഥാപനം നടത്തുകയാണ്, എൻ്റെ സ്ഥാപനത്തിൽ ഞാൻ ശമ്പളം കൊടുക്കുന്ന ഒരു ജോലിക്കാരി ജോലി സമയത്ത് ഇരുന്ന് റീൽസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചോദിക്കും. അവിടെയും ഈ പറയുന്ന മലയാളി അമ്മാവൻ ആറ്റിറ്റ്യൂഡാണ്. എൻജോയ് ചെയ്ത് ചിരിച്ച് കളിച്ച് അപ്പുറപ്പുറമുള്ളവരോടൊക്കെ വർത്താനം പറഞ്ഞ് ജോലി ചെയ്യുക എന്ന് പറയുന്ന പരിപാടി. നമ്മളൊരു പറമ്പിൽ കൃഷിയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ നമ്മളൊരു ഫേമിൽ വർക്ക് ചെയ്യുമ്പോൾ, അതൊരു പ്രൈവറ്റ് സ്ഥാപനമാകുമ്പോൾ അവിടെ വർക്കിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. വർക്ക് ടൈമിൽ നിങ്ങൾ വർക്ക് ചെയ്തേ പറ്റൂ. അവിടെ നിങ്ങൾക്ക് സുഖസുന്ദരമായി ഇരിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കാത്ത ആൾ മുതലാളിക്ക് എന്തോ കുഴപ്പമുണ്ട് എന്ന് പറയുന്നത് എന്ത് മോശമാണത്. പിന്നെ സില്ലിയായിട്ട് വായി നോക്കി നിൽക്കുന്ന ആളുകൾക്ക് ഒരു നോട്ടം കൊടുക്കാത്തത്, ചിരി കൊടുക്കാത്തത്, അതെന്തോ ഗൗരവക്കാരിയായിട്ടുള്ള ക്യാരക്ടറൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരം സീനുകൾ വെക്കുന്നത് തോന്നി. ശരിയാണ്, ഗൗരവക്കാരായിട്ടുള്ള തൻ്റെ സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ തൻ്റെ തൊഴിലാളികളോട് ഒരു മിനിമം മാനുഷിക പരിഗണന കാണിക്കാത്ത ആളുകളൊക്കെ ഉണ്ടാവും. അത് അങ്ങനെയുള്ള രംഗങ്ങളിലൂടെ ആണല്ലോ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. പക്ഷേ ഇത് ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ സാധനങ്ങളാണ്. ആക്ച്വലി ഈ സിനിമയിൽ മീര ജാസ്മിൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം എന്ന് പറയുന്നത് ഷീ ഈസ് സക്സസ്ഫുൾ.
അവരാഗ്രഹിച്ച നേട്ടങ്ങളിലേക്ക് അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വളരെ വേഗത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് അവർക്ക് തോന്നുകയാണെങ്കിൽ അവർ ചെയ്തോളും. അതിന് മറ്റേ വീട്ടുകാരുടെ സെൻറ്റിമെൻറ്റ്സ് കയറ്റുക, മറ്റേ നാട്ടുകാരുടെ വിഷമങ്ങൾ കയറ്റുക, കൂടെ ജോലി ചെയ്യുന്ന ആളുകളുടെ സങ്കടം കയറ്റുക, ഇതെല്ലാം ഇങ്ങനെ ആഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നോക്കിയിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന യുവജനങ്ങളും നാട്ടിൽ ഏതെങ്കിലും ഒരു സാധാരണ ജോലിയിലേക്ക് ഒതുങ്ങേണ്ടി വരുന്നത്. കുറച്ച് റിസ്ക് എടുത്ത് ഒരു ബിസിനസ് ചെയ്ത് സക്സസ് ആവാമെന്ന് വിചാരിക്കുമ്പോഴേക്കും നാട്ടുകാരെ മുഴുവൻ ബോധിപ്പിക്കാം, നമുക്കൊരു കല്യാണം കഴിച്ചേക്കാം. കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് എക്സ്പെൻസ് കൂടും. എൻ്റെ ഒറ്റ ഡിസിഷനിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്ന ആൾ പിൻവലിയാനുള്ള സാധ്യതകൾ കൂടും. പിന്നെ കല്യാണം കഴിഞ്ഞ് ഉടനെ തന്നെ പിള്ളേരുണ്ടാവണമല്ലോ. പിള്ളേരുണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എക്സ്പെൻസ് വരുമല്ലോ. ഈ എക്സ്പെൻസുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പണം കണ്ടെത്തും എന്ന് പറയുന്ന ഒരു ചോദ്യവും വരും. ഈ കേന്ദ്ര കഥാപാത്രം തൻ്റെ സേവിങ്സ് എന്ന് പറഞ്ഞിട്ട് വിതരണം ചെയ്യുന്ന എമൗണ്ടും അതിൻ്റെ ചെക്ക് ബുക്കും കാണിക്കുന്നുണ്ട്. അത്രയും പൈസയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ഇനിയും വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവർ പൈസയുടെ ആർത്തിയുടെ പുറത്തല്ല, അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയ അവർക്ക് റെസ്പെക്റ്റ് വേണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന അതിനേക്ക് ഇങ്ങനെ നെഗറ്റീവായിട്ട് കാണിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു പള്ളിയിലച്ചൻ വന്നിട്ട് പറയുകയാണ്, നമ്മുടെ നായിക നന്നാവണമെന്നുണ്ടെങ്കിൽ കർത്താവ് എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കണം. കർത്താവ് ഉഗ്രനൊരു അത്ഭുതം പ്രവർത്തിച്ചു, അവർക്ക് ക്യാൻസറാണ് എന്ന് ഒരു ഡോക്ടർ കണ്ടെത്തുന്നു. പിറ്റേ ദിവസം തൊട്ട് നായിക നന്നാവുകയാണ്. അതുവരെ മേൽ പറഞ്ഞ രീതിയിൽ മോശമായി പെരുമാറിക്കൊണ്ടിരുന്നതൊക്കെ അവർ നേരെ തിരുത്തുന്നു. ഗുഡ് മോർണിംഗ് ആര് പറഞ്ഞാലും ഗുഡ് മോർണിംഗ് കൊടുക്കും, വഴി കൂടി ആര് പോയി കഴിഞ്ഞാലും ഗുഡ് മോർണിംഗ് കൊടുക്കും, പിള്ളേരെ കണ്ട അപ്പം സ്നേഹം പ്രകടിപ്പിക്കും. ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ജോലി സ്ഥലത്ത് കൂടെ ജോലി ചെയ്യുന്നവരുടെ ഓടിപ്പോയി റീൽസ് എടുക്കുന്നു, ജോലിക്കാരെ സഹായിക്കുന്നു. അങ്ങനെ നാട്ടുകാരെ കൊണ്ട് മുഴുവൻ നല്ലത് പറയിപ്പിച്ചിട്ട് മരിക്കാൻ വേണ്ടി പുള്ളി തയ്യാറെടുക്കുകയാണ്. അതായത് ഒരു വ്യക്തി ഒരു 10-30 വയസ്സ് വരെ ഉണ്ടായിരുന്ന വിശ്വാസങ്ങളെ, ചിന്തകളെ മുഴുവൻ മരണം എന്ന് പറയുന്ന ഒരു ചിന്ത മാറ്റിമറിക്കുമെന്ന് പറഞ്ഞാൽ മാറ്റിമറിക്കുന്നൊക്കെ ഉണ്ടാകും. പക്ഷേ അതുവരെ ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്ന ആ ക്യാരക്ടർ അതങ്ങനെ ആയിരിക്കില്ല ചിന്തിക്കുക. ഞാൻ എന്തായാലും മരിക്കാൻ പോവാണ്, ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസവും എനിക്ക് എൻ്റെ സ്പീഡ് കൂട്ടിയേ പറ്റൂ എന്നായിരിക്കില്ലേ അവർ ചിന്തിക്കുക. കാരണം ഇവർ ഈ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യുമ്പോഴും ഇവരങ്ങോട്ട് വിട്ടുകൊടുക്കുന്നില്ല തന്നെ. മാത്രമല്ല ഈ സിനിമയ്ക്ക് ഇനി മുന്നോട്ടേക്ക് പോകുമ്പോൾ ആകെ ഒരേ ഒരു ട്വിസ്റ്റേ സംഭവിക്കാനുള്ളൂ എന്ന് നമുക്കറിയാം. ആസ് എ പ്രേക്ഷകൻ നമുക്കതറിയാം. അത് വേഗം കാണിച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. പക്ഷേ അങ്ങോട്ടേക്ക് പോകാതെ കുറച്ച് നേരം ഇങ്ങനെ പോയി ക്ലൈമാക്സ് ഇവിടെ നിൽക്കുകയാണ്. പക്ഷേ ഇങ്ങനെ പോയി ഒരുപാട് സമയം എടുക്കുന്ന പോലെ തോന്നി. അതുപോലെ സിനിമയുടെ തുടക്കത്തിൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, എൻ്റെ തൊട്ടടുത്തിരുന്ന 2-3 പിള്ളേരുണ്ടായിരുന്നു, അവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തൊരു കാര്യം, സ്വന്തം തീന്മേശയിൽ ഒരല്പം പൊടി ഇരിക്കുന്നത് കണ്ടപ്പോൾ ഇവിടെ പൊടി വെച്ചിരിക്കുന്നു എന്നൊക്കെ ചോദിച്ച് ജോലിക്കാരോട് ചൂടായ അതേ ആൾ പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടിയുടെ അടുത്തെത്തുമ്പോൾ വണ്ടിയുടെ പുറകിൽ മുഴുവൻ മണ്ണ് വാരി ഇട്ടതുപോലെ പൊടിയാണ്. അപ്പോൾ കുഞ്ഞു പിള്ളേർ അതിൻ്റെ മുകളിൽ ഡെവിൾ എന്നൊക്കെ എഴുതി വെക്കുന്നുണ്ട്. ആ പൊടി ഒന്നും ഇവർക്ക് വിഷയമല്ല. അതൊരു ക്യാരക്ടറിൻ്റെ മൊത്തത്തിൽ അങ്ങോട്ട് സെറ്റാവാത്ത അങ്ങനത്തെ കുറേ കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ട്. എന്നെ സംബന്ധിച്ച് 2 മണിക്കൂറുള്ള 119 മിനിറ്റാണ് സിനിമ. 2 മണിക്കൂറുള്ള സിനിമ 3 മണിക്കൂറിന് മുകളിലുള്ളൊരു സിനിമയായി അനുഭവിപ്പിക്കുന്ന ഒരു മാജിക്കാണ് ഈ സിനിമ. പക്ഷേ ഞാൻ ഈ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വിഷയമാവില്ല. ഗംഭീരമായിട്ട് എനിക്കിത് മതി, ഞാൻ ഈ സിനിമ എൻജോയ് ചെയ്തോളാം എന്ന് ചിന്തിക്കുന്ന ഒരാളായിരിക്കും നിങ്ങൾ. തീർച്ചയായും അതിനെ ഞാൻ ബഹുമാനിക്കുന്നു. അങ്ങനെ ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ കമൻറ്റ് ബോക്സും കൂടി നോക്കിയിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ആളുകൾക്ക് അതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.